പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നേർക്കുനേർ സംവാദത്തിന് മുഖ്യമന്ത്രി ഉണ്ടാകില്ല. ഫേസ്ബുക്കിൽ ഇന്നലെ രാവിലെ 9 മണി മുതൽ സംവാദം തുടങ്ങിക്കഴിഞ്ഞെന്ന മുഖ്യമന്ത്രി മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുള്ള ലേഖനത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. മരിച്ചവരെ പോക്കറ്റ് അടിച്ചില്ലേ നിങ്ങൾ എന്നാണ് മാതൃഭൂമി പത്രത്തിലെ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത്. ജനറൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇവർ തമ്മിലൊരു സംവാദം നടക്കും, അതൊരു വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാകും. രാവിലെ കൂടി ഞാൻ നമ്മുടെ ഇടനാഴിയിലെ കാലച്ചക്കിടയിൽ അത് പറയുന്നുണ്ടായിരുന്നു. പ്രതീക്ഷ പോയി, സ്വപ്നം പൊരിഞ്ഞു പോയതുപോലൊരു ഫീല്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കേരളം കാത്തിരുന്ന ആ സംവാദം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഫേസ്ബുക്കിൽ LDFന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പങ്കുവെച്ചുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ സംവാദമാകാം, ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ സംവാദമാകാം എന്ന് ചൂണ്ടിക്കാട്ടി കുറിപ്പിട്ടിരുന്നത്. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് താൻ സംവാദത്തിനെത്താം, പരസ്യ സംവാദമാകാം എന്ന നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ഈ പരസ്യ സംവാദം, വികസന വിഷയത്തിലുള്ള സംവാദം നടക്കുമോ എന്ന് കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതൃഭൂമി ദിനപത്രത്തിന് മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഇന്നിപ്പോൾ ഈ അഭിമുഖം ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സംവാദം ഉണ്ടാകില്ല, പരസ്യ സംവാദം ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. സംവാദം ഫേസ്ബുക്കിലാകാം, നവമാധ്യമത്തിലാകാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, വിമർശിക്കാം. അക്കാര്യത്തിലൊരു സംവാദം ഇന്നലെ രാവിലെ താൻ ഈ പോസ്റ്റിട്ട 9 മണി മുതൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടൊരു പരസ്യ സംവാദം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഉണ്ടാകില്ല. മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചതുകൊണ്ട് തന്നെ പരസ്യ സംവാദത്തിന് സമയവും സ്ഥലവും അങ്ങനെ നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവർ ഇതിന് നൽകുന്ന വിശദീകരണം. ഏതായാലും സംവാദത്തിന് തയ്യാറെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി സംവാദമാകാമെന്ന് പറഞ്ഞിരുന്നു. ആ സംവാദം നവമാധ്യമങ്ങളിലൂടെ നടക്കട്ടെ എന്ന നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.